ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു യാത്രാ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളിലേക്ക് നടക്കുകയാണ്. ഇനി ടിക്കറ്റ് എടുക്കണം. 4:40 നമ്മുടെ ട്രെയിന്. പക്ഷേ നമ്മൾ 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം ഞങ്ങൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ട്രെയിൻ എന്തോ ഭാഗ്യത്തിന് കിട്ടി. ഇത് മംഗളൂരിലേക്കുള്ള ട്രെയിനാണ്. ഇത് എനിക്ക് തോന്നുന്നു ഡെയിലി ഉണ്ടെന്ന്. ഇത് 4:40 മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ആണ്, മെമു എക്സ്പ്രസ് ആണ്. അപ്പം നമ്മൾ കയറി. ഇത് തിരക്കൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അധികം പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു യാത്രയാണിത്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ മൂകാംബികയിലേക്ക് വിളിച്ചാൽ മാത്രം എത്താൻ പറ്റുന്നൊരു സ്ഥലം എന്നാണ് എല്ലാവരും പറയുക. അതുപോലെ തന്നെ അമ്മേൻ്റെ അനുഗ്രഹം വേണം, അങ്ങോട്ട് അമ്മേൻ്റെ വിളി വേണമെന്ന് പറയും. ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു വിളി വന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോകാൻ പറ്റിയത്. ചെറിയ തോതിൽ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചൊരു തണുപ്പുണ്ടായിരുന്നു. അധികം ചൂടുള്ള കാലാവസ്ഥയൊന്നുമല്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമുള്ള യാത്രയായിരുന്നു. അധികം ബോറടിച്ചതൊന്നുമില്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ട്. ട്രെയിൻ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ടു വേറെ ട്രെയിനിന് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് ബൈന്ദൂർ എത്താനായിട്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മളെ കേരളം പോലെ തന്നെ നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. കൃഷിയും പാടങ്ങളും നല്ല മലകളും കുന്നുകളൊക്കെ ആയിട്ട് നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. എന്ത് ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഒരു 8:45 ആയി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷായി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തും. അവിടുന്ന് ബസ്സുണ്ട്. പക്ഷേ ഇതിൽ പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. 600 രൂപയാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയത്. പക്ഷെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഭയങ്കര സ്പീഡിലാണ് അതിൽ പോയത്. മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി. ഇനി ഞങ്ങൾ ക്ലോക്ക് റൂമിൽ ഞങ്ങൾ ബാഗും ഒക്കെ വെച്ചു. മുല്ലപ്പൂ വയ്ക്കാതെ എങ്ങനെയാണല്ലേ അമ്പലത്തിൽ പോവുക. അപ്പം ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചു. മുല്ല എനിക്ക് പിന്നെ പണ്ടേ ഭ്രാന്തായതുകൊണ്ട് അത് വാങ്ങാതിരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് സമർപ്പിക്കാനായിട്ട് പൂവ് വാങ്ങി. അമ്മേനെ കാണാൻ പോകുമ്പം വെറും കൈയോടെ പോകാൻ പാടില്ല എന്നല്ലേ പറയുക. നമ്മളെ ചെരുപ്പൊക്കെ നമ്മളവിടെ സൈഡിൽ അവിടെ കൊടുത്തു. എന്നിട്ട് തൊഴാൻ വേണ്ടിയിട്ട് കയറി. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മളോട് വേഗം കയറാൻ പറഞ്ഞു. ക്യൂ നിൽക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ക്യൂ ആയി. എന്തോ ഞങ്ങളെ ഭാഗ്യം കൊണ്ട് നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി. നമുക്ക് നന്നായിട്ട് തൊഴാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ നെയ്വിളക്കാണ് വഴിപാടായിട്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെ നെയ്വിളക്കൊക്കെ കത്തിച്ചു, നന്നായി തൊഴുതു. അപ്പോൾ തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു 10:15 എല്ലാം കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു, അങ്ങനെ നിന്നു. അവിടെ നിന്ന് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അവിടെ നിൽക്കുമ്പം നല്ലൊരു വൈബാണ്. സത്യത്തിൽ എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോരാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോയി.
അവിടെ നമ്മൾ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. നെയ് റോസ്റ്റിൻ്റെ കൂടെ ഒരു വടയൊക്കെ ഉണ്ടായിരുന്നു. വടയൊന്നും ഞാൻ വടയൊന്നും കഴിച്ചില്ല, നെയ് റോസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു. കാരണം നമുക്കിനി തിരിച്ച് ഗോവയിലേക്ക് 3:15-നാണ് ട്രെയിന്. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ടല്ലോ കരുതി ഇവിടെ ഇരുന്നു. പിന്നെ നമ്മൾ അന്നദാനത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പോൾ പ്രസാദം കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പോയി. അവിടെ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അധികം തിരക്കൊന്നും. നല്ല സാമ്പാറും പിന്നെ മോരും അച്ചാറ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്, മറന്നുപോയി. പിന്നെ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചതാ പോകും. സൗപർണിക നദി ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല ഇപ്രാവശ്യം. അടുത്ത പ്രാവശ്യം സാധിക്കട്ടെ. അപ്പം ഞങ്ങൾ ബസ്സിലാണ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ പോയിട്ട് നമ്മൾ അവിടുന്ന് ഒന്നും വീഡിയോസ് അധികമൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി എത്രയും പെട്ടെന്ന് വീണ്ടും അമ്മേനെ കാണാൻ വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള മടക്കാണത്. അങ്ങനെ നമുക്ക് 3:15-ൻ്റെ ട്രെയിന് കിട്ടി തിരിച്ച് മഡ്ഗോവയിലേക്ക്. നമ്മളൊരു 8 മണിയോടുകൂടി ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയും വീണ്ടും കാണാം.